It is a joy to have fellowship again with all of you who are watching us all around the world. ലോകമെമ്പാടും ഞങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന എല്ലാവരോടൊപ്പം ആയിരിക്കുന്ന ഭാരിയായ സന്തോഷം. All these days and are passing by so fast. June is gone. ഓരോ ദിവസവും എത്ര വേഗത്തിലാണ് കടന്നു പോകുന്നത്. ജൂൺ മാസം നമ്മളെ വിട്ട് പോയി കഴിഞ്ഞു. Next week is July. അടുത്ത ആഴ്ച എന്ന് പറയുന്നത് ജൂലൈ ആയി. And we don't know what is happening. So fast the days are going by. വളരെ വേഗം നാളുകൾ കടന്നു പോവാണ്. എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. And I know one thing, as days are going by, the word of God is changing our mind and the way we think in a more from glory to even greater glory. നാളുകൾ കഴിയുന്തോറും ഈ ദൈവവചനം നമ്മുടെ മനസ്സിനെ പുതുക്കിയിട്ട് നമ്മുടെ മനസ്സ് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. ഇതുവരെയും ചിന്തിച്ച നിലയിലില്ല, പുതിയ ആഴങ്ങളിൽ പുതിയ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കാണുവാൻ പോകുവാൻ ദൈവം നമ്മളെ എന്തുമാത്രം വളർത്തിക്കൊണ്ടിരിക്കുന്നു. And as we are sitting together and paying value to the word will take its effect and bring forth the fruit that you are expecting for. ഇന്ന് നമ്മൾ ദൈവവചനത്തിന് അതിൻ്റെതായ വില കൽപ്പിച്ച് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, വചനം സ്വീകരിക്കുമ്പോൾ, വചനത്തിന് അതിൽ തന്നെ വലിയ ശക്തിയുണ്ട്. അത് ഈ വചനത്തിലൂടെ നമ്മളിൽ ഈ വചനം അതിന്റെ ക്രിയ നടത്തും. Especially when we play important, give importance and value to the word. പ്രത്യേകിച്ച് നമ്മള് ദൈവവചനത്തിന് അതിന്റെ മൂല്യം കൽപ്പിക്കുമ്പോൾ അത് അതിന്റെ ക്രിയ അധികമായി നിർവഹിക്കും. That is why the word says, do not forsake the assembly, because it stirs up the goodness in you. അതുകൊണ്ടാണ് ഒരിക്കലും നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നിങ്ങളിലുള്ള നന്മ അത് വെളിയിൽ കൊണ്ടുവരും. Stirs up the love, stirs up the goodness. The goodness is the glory of God. സ്നേഹത്തിലും നന്മയ്ക്കും ഉത്സാഹം അവിടെ വർദ്ധിക്കുമെന്ന് നമ്മൾ വായിക്കുന്നത് സഭായോഗത്തിൽ. അത് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടും. And we see the life of Jesus. Even though he was so busy, even though he would pray the whole night, even though he is fasting for 40 days, he would never miss going to the synagogue to hear the word. ഒരു യഹൂദൻ എന്ന നിലയിൽ സിനഗോഗിൽ, യഹൂദ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും അവരുടെ സഭായോഗം പങ്കെടുക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചിട്ടും തിരക്കേറിയ ശുശ്രൂഷ മുമ്പിൽ നിൽക്കുമ്പോഴും ആ സഭായോഗം ഉപേക്ഷിച്ചില്ല. He was tired, but he would never miss that day where the assembly comes together. താൻ വളരെ ശാരീരികമായി ഉപവാസ ശേഷം ക്ഷീണിതനാണ്. പക്ഷേ അസംബ്ലിംഗ് ടുഗദർ, ആ കൂടിവരവിനെ ഒരിക്കലും കർത്താവ് മാറുന്നില്ല. If Jesus gave so much value, he is the author and finisher of our faith. We follow his footsteps. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി നമ്മുടെ കർത്താവായ യേശു ഈ കാര്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ നമ്മൾ ആ കർത്താവിന്റെ കാൽച്ചുവടുകളെയല്ലേ പിന്തുടരുന്നത്. നമ്മുടെ സഭായോഗം എത്ര ഗൗരവമായി കാണും. And many times what comes to our mind, Sunday is the only day we can sleep, so let us sleep peacefully. No, it is the time where the inner man is getting stirred up in love and in goodness, meaning the glory is stirred up. ലോകത്തിന്റെ ചിന്തയുണ്ട്. ഞായറാഴ്ച എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുന്ന ഒരു ദിവസമല്ലേ കിട്ടുള്ളൂ. അത് ലോകം ചിന്തിക്കുന്ന പോലെ അറിയാതെ വിശ്വാസികളും ചിന്തിച്ചു പോകാൻ സാധിക്കും. ഒരിക്കലുമല്ല സഭായോഗത്തിലാണ് നമ്മുടെ നന്മയും നമ്മുടെ സ്നേഹവും ഉണർത്തപ്പെടുന്നതെന്ന് എബ്രായ ലേഖനത്തിൽ പറയും. Also in the live, people tend to think we can watch this afterwards, so let us sleep. No, the live has a total different effect in your life. ചിലർ ചിന്തിക്കും ഇത് വേണേ റെക്കോർഡഡ് ആയിട്ട് കിടപ്പുണ്ടല്ലോ, പിന്നെ ഞാൻ കണ്ടാ പോലെ. അത് നമ്മൾ വെറും അതിന്റെ കാഴ്ചക്കാരാണ്. പക്ഷെ ഇപ്പോൾ ലോകമെങ്ങും ദൈവജനം ഒന്നിച്ചിരിക്കുകയാണ്.
ഇരിക്കുമ്പോൾ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ അത് ലൈവായി കേൾക്കുമ്പോൾ നമ്മൾ ആ കൂട്ടായ്മയുടെ ഭാഗമാവുകയാണ്. I have seen one thing in my 26 years with Jesus Christ. എന്റെ കഴിഞ്ഞ 26 വർഷത്തെ കർത്താവിന്റെ കൂടെയുള്ള നടപ്പിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. The more serious and more value I give to the word, and that is Jesus, the more attention is drawn on me from heaven. കർത്താവിന്റെ വാക്കുകൾക്ക്, ദൈവവചനത്തിന് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കും തോറും കർത്താവ് എന്നെയും ശ്രദ്ധിക്കുന്നത് കൂടുന്നത് ഞാൻ രുചിച്ചറിയും. Number 2, if the lost become valuable for me, I become very valuable for Jesus. കർത്താവും കർത്താവിന്റെ വചനവും എനിക്ക് വിലപ്പെട്ടതായി കഴിയുമ്പോൾ ഞാൻ കർത്താവിനും ഏറ്റവും വിലപ്പെട്ടതാകുന്നതും ഞാൻ എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി. And so always focus how you can develop spiritually. അതുകൊണ്ട് ആത്മീയമായി എനിക്ക് എങ്ങനെ കുറച്ചുകൂടെ പുരോഗതി പ്രാപിക്കാം എന്ന കാര്യത്തിൽ എപ്പോഴും വിശ്വാസികൾ ശ്രദ്ധിക്കണം. I will never lose the opportunity whatsoever in the spiritual things, which includes sowing into the kingdom. എന്റെ ആത്മീയ കാര്യങ്ങൾക്ക് ഞാൻ ഏറ്റവും അധികം ഉത്സാഹം കൊടുക്കും. അത് ആത്മീയമായി വിതയ്ക്കുന്ന കൊടുക്കുന്നതിലും അത് ദൈവവചനമാണ്. അതടക്കമുള്ള എല്ലാ ആത്മീയ എന്റെ ജീവിതത്തിന്റെ വശങ്ങളെ ഞാൻ കൂടുതൽ ഗൗരവത്തോടെ എടുക്കും എന്ന് തീരുമാനിക്കും. I make it a point to call Pastor Amos in once a while, talk to him, inquire about him, and sow into his life. ഞാന് എന്റെ ആത്മീയമായി എന്നെ കർത്താവിലേക്ക് നടത്തിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആമോസ് സിംഗിനെ എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. എന്നെ നടത്തിയ ദൈവദാസനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കും, അദ്ദേഹവുമായിട്ട് കൂട്ടായ്മ ആചരിക്കും, തന്റെ ജീവിതത്തിലേക്ക് ഞാൻ വിതയ്ക്കും. If I don't call him, he will call me saying, "What happened? I did not get your call." ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് കുറച്ചു ദിവസം താമസിച്ചാൽ അദ്ദേഹം തിരിച്ച് എന്നെ വിളിക്കും, എന്താ വിളി കിട്ടുന്നില്ലല്ലോ എന്ന് പറയും. In fellowship we grow. കൂട്ടായ്മയിലാണ് നാം വളരുന്നത്. Just day before yesterday, a pastor called me to preach in his online meeting. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീറ്റിൽ പ്രസംഗിക്കുവാൻ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. He said he knows Thomas Sutti brother, and Thomas Sutti brother has come and preached to his crusade. Not crusade. Crusade is a wrong word for his meeting. തോമസ് ഊട്ടി ബ്രദറിനെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിളിച്ചതും അവരുടെ അന്നൊരു സഭയല്ലായിരുന്നു, ഒരു കൂട്ടായ്മയായിരുന്നു. ആ കൂട്ടായ്മയിൽ ഒരു ക്രിസ്ത്യൻ കൂട്ടായ്മ, പല സഭകളുടെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ഇവിടുന്ന് പോയി പ്രസംഗിച്ചിരുന്നു. So he asked me, "Can you come and 3 days special meeting?" And he named big names of India who are going to preach. അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് ഒരു പ്രത്യേക മീറ്റിംഗ് നടത്തുകയാണ്, അതിനകത്തൊരു 3 ദിവസം ഒന്ന് ശുശ്രൂഷിക്കാമോ? കുറെ ദിവസങ്ങളുള്ള ഒരു വലിയ മീറ്റിംഗ് ആണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം പേര് കേൾക്കുന്ന കുറെ ശുശ്രൂഷയുടെ പേര് പറഞ്ഞ് ഇന്നവരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. And so we want you to be the main speaker 3 days. Please preach. ആകയാൽ ഞങ്ങളുടെ ഈ മീറ്റിംഗിന്റെ പ്രധാന പ്രസംഗകനായി തങ്കു ബ്രദർ വരണം എന്ന് പറഞ്ഞു. I said, "Who is your spiritual father?" ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററുടെ ആത്മീയ പിതാവ് ആരാണ്? He said, "I don't have any spiritual father." എനിക്കങ്ങനെ ആത്മീയ പിതൃസ്ഥാനത്ത് ആരുമില്ല. I said, "I don't deal with orphans. I deal with a family." ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാന് ഓർഫൻസിന്റെ മലയാളം അനാഥരുമായിട്ട് ഇടപെടാറില്ല, ആരെങ്കിലും ചോദിക്കാനും പറയാനൊക്കെ ഉള്ളവരുമായിട്ട് ഇടപെടാറ്. I said, whom did you come to faith with? ഞാൻ ചോദിച്ചു, ആരാണ് താങ്കളെ വിശ്വാസത്തിലേക്ക് നടത്തിയത്? He said, Paul Thangaiya. അദ്ദേഹം പറഞ്ഞു, പോൾ തങ്കയ്യ പാസ്റ്റർ. I said, do you have fellowship with him? ഞാൻ ചോദിച്ചു, പോൾ തങ്കയ്യ പാസ്റ്ററുമായിട്ട് കൂട്ടായ്മയുണ്ട്? He asked me, why are you asking me all this? I invited you to preach. അദ്ദേഹം ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? താങ്കളെ ഇത്രയും വലിയ പ്രസംഗരൊക്കെ ചെയ്യുന്നതുകൊണ്ട് താങ്കളെ കൂടെ വിളിച്ചു വരണം. I said, there is a principle in the kingdom of God. ഞാൻ പറഞ്ഞു, ദൈവരാജ്യത്തിൽ ചില തത്വങ്ങളുണ്ട്. If you have fellowship with your spiritual father, I have fellowship with you. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് താങ്കളുടെ ആത്മീയ പിതാവിനോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഞാനും താങ്കളുമായിട്ട് കൂട്ടായ്മയാണ്. So you talk to Thomas Sutti brother, he will decide. I don't know you. One thing I know, if you don't have fellowship, I have no relationship.
അതുകൊണ്ട് തോമസ് ഊട്ടി ബ്രദറിനോട് സംസാരിച്ചു. തോമസ് ഊട്ടി ബ്രദർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, തങ്കു ബ്രദർ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. Now this is a principle in the kingdom of God. ഇത് ദൈവരാജ്യത്തിലെ തത്വമാണ്. We don't want opportunities. God is our opportunity. God is everything for us. Jesus is the door. എവിടുന്നെങ്കിലും ഒരു പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടുകയല്ല. ദൈവമാണ് അവസരങ്ങളും വാതിലുകളും തുറക്കും. He called me back and said, I now repent. I know what you mean. ഞാനും അദ്ദേഹത്തോട് സംസാരിച്ചായിരുന്നു. കാര്യം എന്താ തങ്കു ബ്രദർ പറഞ്ഞെന്നുള്ളത് കുറച്ചുകൂടെ വിശദമായി ഞാൻ, അദ്ദേഹം മലയാളിയാ, കർണാടകയില, അദ്ദേഹത്തോട് സംസാരിച്ചു. നമ്മളുടെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ എങ്ങനെയാ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനിടയിൽ കേട്ടോ തങ്കു ബ്രദറെ, അദ്ദേഹം 2 ദൈവദാസന്മാരെ പേര് പറഞ്ഞു, പാസ്റ്റർ കൂട്ടാതെ. ഞാൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഇതിന്റെ തെളിവ്. താങ്കൾ പേരാണ് വിളിച്ചത്, എങ്ങനെ പേര് വിളിക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. He said he talked about 2 pastors and called them their name. And so I asked him, how can you call the pastors their name? That itself shows you have no respect for them. അതുകൊണ്ട് തങ്കു ബ്രദർ പറഞ്ഞത് കറക്റ്റ് ആണ്. അതുകൊണ്ട് എനിക്കും അതിനകത്ത് തങ്കു ബ്രദർ ഞങ്ങൾ ഒറ്റ ആത്മാവിലെ നിൽക്കുന്നു. I told him, you talk to Thangu brother, we both are in one spirit, one way of thinking. We will decide and then let you know. So this is a principle in the kingdom of God. It is not showing our pride. It is showing our fear of the Lord. ഇത് നമ്മളെ ഒരു അഹന്ത കാണിക്കല്ല, നമ്മൾ വലിയ പുള്ളികളാണെന്ന് ഗമ കാണിക്കല്ല. ഇത് ദൈവരാജ്യത്തിന്റെ ഒരു തത്വമാണ്. ദൈവരാജ്യത്തിൽ തോന്നിവാസം എല്ലാവർക്കും കാണിക്കാൻ ഒക്കത്തില്ല. അത് കർത്താവിന്റെ ശരീരമാണ്. ആ ശരീരം മൊത്തം ഒന്നാണ്. അതിൽ ആ പ്രിൻസിപ്പിളിൽ വേണം നമ്മൾ നിൽക്കുക. The Bible says, since we are receiving the kingdom, the fear of God, meaning love and reverence to God by obeying the word, should come into our life. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം ഭയത്തോടും ഭക്തിയോടും കൂടെ സേവ ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു അവസരത്തിനല്ല, ഇതൊരു ഇളകാത്തൊരു രാജ്യത്തിലേക്കാണ് നമ്മൾ ഇത് നടത്തുന്നത്. അത് വളരെ ഇത് നിത്യജീവന്റെ വചനമാണ്. We are not performers, we are servants of the Most High, and so unless He gives a confirmation, we are not independent. നമ്മളതിൽ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള സ്ഥലമല്ല. ദൈവം നമ്മളെ അയച്ചിരിക്കുകയാണ്. നമ്മൾ ആ കാര്യത്തിൽ ഇൻഡിപെൻഡന്റ് അല്ല, സ്വതന്ത്രരല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. Some people say we are independent work. I don't associate with independent. We have a family, God's family, God's way of doing. There are spiritual fathers for us whom we have kept relation, and that flows the anointing from the head to the whole body. ചില ആൾക്കാർ പറഞ്ഞ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ഇൻഡിപെൻഡന്റ് അല്ല. നമ്മളൊരു കുടുംബത്തിൽ ഇൻഡിപെൻഡൻസ് ഇല്ല. അത് ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ പിതാവിന്, നമ്മുടെ ആത്മീയത്തിൽ ഈ ലോകത്തിൽ ആക്കി വെച്ച പിതാവിനോട് ആ ഒരു കുടുംബത്തിൽ ദൈവത്തിൽ നിന്നുള്ള അഭിഷേകം അങ്ങനെ ഒഴുകി അഹരോന്റെ താടിയിൽ നിന്ന് ആ വസ്ത്രത്തിന്റെ വിളിമ്പോൾ അതൊരു ഫെലോഷിപ്പ് വഴിയാണ് ഒഴുകി. Some want the number of churches to increase. So if someone jumps from one church, they'll say, come, we will put our board up. You are into something very dangerous. ചില ആൾക്കാർക്ക് എങ്ങനെങ്കിലും അവരുടെ സംഘടനയിൽ സഭകളുടെ എണ്ണം കൂട്ടണം. അതിന് എവിടെങ്കിലും ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടുത്തെ ഒരു ഗ്രൂപ്പിനെ ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങളുടെ ബോർഡ് വെച്ച് നിങ്ങളവിടെ ആരാധിച്ചോ എന്ന് പറയുമ്പോൾ ദൈവരാജ്യമാകുന്ന കർത്താവിന്റെ ശരീരത്തിൽ വലിയ തിന്മയാണ് നമ്മളെ പ്രവർത്തിക്കുന്നത്. You will begin and you will see, you think that you have won, but on the long run you will never be there. അതുകൊണ്ട് എനിക്ക് ഒരു കൂട്ടവും കൂടെ കിട്ടി, എന്റെ പേരിൽ ഒരു കൂട്ടായ്മയും കൂടെ സ്ഥാപിച്ചു എന്ന് തൽക്കാലം തോന്നും. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ പിടികിട്ടും, എനിക്ക് ലഭിക്കുകയല്ല, നഷ്ടപ്പെടുകയാണ് ചെയ്തത്. And that is why the kingdom of God principles are to be adhered in our life. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ പൂർണ്ണമായി നമ്മൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. It is not that we don't make mistakes, but we have to correct ourselves every day on a daily basis.
നമ്മുടെ ജീവിതത്തിലും തെറ്റുകൾ പറ്റി കാണാം. ഒരു തെറ്റും പറ്റുകയെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ തെറ്റുകൾ പറ്റി അവിടെ കിടക്കുകയല്ല. ഇല്ല, ഇനി അതെന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. നമ്മൾ അത് കറക്റ്റ് ചെയ്ത് പോകും. Years before we went to Adur and we were doing a big meeting. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അടൂരിൽ ഒരു വലിയ മീറ്റിംഗ് നടത്തുവാൻ പോയി. And Thomas brother and us, both of us were ministering, and there was a powerful move of God. അവിടെ തങ്കു ബ്രദറും ഞാനും ഞങ്ങൾ ഒന്നിച്ചു ശുശ്രൂഷിച്ചു. വലിയൊരു ആത്മീയ ഉണർവ് ആ മീറ്റിംഗിൽ ഉണ്ടായി. But in between we came to understand that the person who invited us has rebelled from a church and he is conducting this meeting to hurt his spiritual father. അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ മീറ്റിംഗ് പകുതിയായപ്പോഴാണ് മനസ്സിലായത്, താനെ വഴി നടത്തിയ ദൈവദാസനുമായി അദ്ദേഹത്തോടൊരു മത്സര മനോഭാവത്തിലാണ് ഇദ്ദേഹം അടൂർ ടൗണിൽ മീറ്റിംഗ് വെച്ചത്. We corrected him. ഞങ്ങൾ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്തു. We both of us went to that pastor and asked forgiveness. ചർച്ച് ഓഫ് ഗോഡിലെ MO ഏലിയാസ് എന്ന് പറയുന്ന പാസ്റ്ററെ ഞാനും തങ്കുബ്രദറും കൂടെ പോയി കണ്ട് ആ ഹോളിൽ, ചർച്ച് ഓഫ് ഗോഡിന്റെ ഹോളിൽ പോയി അദ്ദേഹത്തെ കണ്ട്, ഇങ്ങനെ ഞങ്ങള് അതറിഞ്ഞല്ല ചെയ്തത്, ആത്മീയ പിതാവിനെ ഞങ്ങളെ കീഴ്പ്പെട്ട് അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി മീറ്റിംഗ്. We asked forgiveness. ഞങ്ങൾ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. We said we should have understood this. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ വിളിച്ചപ്പോഴേ വാസ്തവത്തിൽ ഞങ്ങൾ തിരക്കെ അറിയേണ്ടത്. And we won't continue the meeting till you bless us. എന്നാൽ പാസ്റ്റർ അനുഗ്രഹിക്കാതെ ഞങ്ങള് അടുത്തുള്ള ദിവസങ്ങളിലെ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. And that was a reunion in the body of Christ. Jesus gets glory. അങ്ങനെ കർത്താവിന്റെ ശരീരത്തെ മുറിക്കാതെ ആ ശരീരം ഒന്നാകുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. സ്വർഗം സന്തോഷിച്ചു. We could have conducted the meeting and said, look, the glory of God is there. No, the presence of God was there to change those people, but the spiritual principle would have been broken. The fear of God would have left our lives. അപ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങളിൽ അവിടെ നടന്നു കഴിഞ്ഞു. ഈ വലിയ അത്ഭുത സൗഖ്യം കൊണ്ട് ദൈവപ്രവൃത്തി, യേശുവിന്റെ നാമം പറഞ്ഞാൽ സൗഖ്യം നടക്കും. Miracles were happening. The glory of God was there. Even when this thing was happening, miracles were happening, but it was not spiritually correct. That is why we took the initiative when there was no need for us. We could have said, we are bigger preachers. No, we went to that pastor and asked forgiveness. അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്, ദൈവമഹത്വം വെളിപ്പെടുകയാണ്. ദൈവവചനം പറയുമ്പോൾ, യേശുവിന്റെ നാമം പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. അതിന്റെ അർത്ഥം പ്രിൻസിപ്പൾ എല്ലാം നമ്മൾ ശരിയാക്കിയെന്നല്ല. ഞങ്ങൾക്ക് വേണേൽ വലിയ പ്രസംഗകരാണ്, ആ പാസ്റ്റർ ആരാണെന്ന് ചിന്തിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ ചെറിയ സഭാഹോളിൽ പോയി ആ ദേവദാസന്റെ അടുക്ക് കുറെ നേരം ഇരുന്ന് അദ്ദേഹത്തോട് പ്രാർത്ഥിപ്പിച്ചിട്ടാണ് അടൂർ മീറ്റിംഗ് ഞങ്ങൾ തുടർന്നത്. I am talking about the spiritual principle that the blessing and glory in us can be manifested. ഞാന് ആത്മീയ തത്വം പറയട്ടെ, അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ അനുഗ്രഹവും ദൈവമഹത്വവും പ്രകടമാകുക. Pride should never enter our heart. നമ്മുടെ ഹൃദയത്തിലേക്ക് അഹന്ത കടന്നുകൂടരുത്. I'm not talking about we are perfect and we are holy and we are better. No, as much as possible we are trying to obey with the help of the Holy Spirit. നമ്മള് അങ്ങ് ഏറ്റവും ഉന്നതരായെന്നോ പെർഫെക്റ്റ് ആയെന്നോ വലിയ വിശുദ്ധരായെന്നോ ഒന്നും അല്ല പറയുന്നത്. നമ്മളാൽ ആവോളം ഓരോ ദിവസവും കഴിയും തോറും നമുക്ക് മുമ്പ് ചിലപ്പോൾ പറ്റിയില്ലായിരിക്കും ആ ദൈവിക തത്വങ്ങൾ, ആത്മീയ തത്വങ്ങൾ, ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ മനസ്സിലാകുന്നതിന് വിധേയപ്പെട്ട് നമുക്ക് താഴ്മ ധരിക്കാം. And as more, Jesus said, learn from me, I am meek. യേശു പറഞ്ഞല്ലോ, ഞാൻ താഴ്മയുള്ളവനാകിയാൽ എന്നോട് പഠിപ്പി. And the more you come into the word of God, the more we read and have fellowship with Jesus, the more we realize how imperfect we are, and we repent and turn again and come back to Jesus, who encourages us to do even greater. നമ്മുടെ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കുറവുകൾ, നമ്മള് ആ ദൈവരാജ്യത്തിന്റെ തത്വങ്ങളിൽ ഇനി എന്തുമാത്രം ശരിയാണെന്ന് മനസ്സിലാവുമ്പോൾ, നമ്മളവിടെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് കർത്താവിലേക്ക് വരുമ്പോൾ
കർത്താവ് അടുത്ത ലെവൽ പിന്നെയും അതിവിശാലമായിട്ടാണ് പിന്നെ നമ്മളെ ഉപയോഗിക്കുക. We have not attained, we have not become perfected, but we have to press on. And one of the thing is repentance. The other thing is forget our mistakes, forget everything and go beyond, looking forward of the glorious hope. ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായെന്നോ നമ്മൾ നിരൂപിക്കല്ല, എന്നാൽ പിമ്പിലുള്ളത് മറന്ന് നമുക്ക് അവിടെ ഒരു മാനസാന്തരം ആവശ്യമുണ്ട്. എനിക്ക് ഇന്ന തെറ്റുകൾ പറ്റി, പക്ഷെ അപ്പോൾ തന്നെ ആ തെറ്റുകൾ പറ്റിയല്ലോ എന്നുള്ള അപരാധ ബോധത്തിൽ പരാജയ ഭീതിയിൽ കിടക്കുകയല്ല, എന്നെ വീണ്ടും മുമ്പോട്ട് പ്രസോൺ ചെയ്യിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഇനി വലുത് എന്റെ മുമ്പിലുണ്ട്, അങ്ങനെ മുമ്പോട്ട് കുതിക്കണം. We might have big house, we might have big cars. This is a gift of God. We might have a big church, gift of God. But the glorious hope is the coming of our Lord Jesus Christ, for which we are looking forward. നമുക്ക് വലിയ വീടുകൾ കണ്ടേക്കാം, വലിയ കാറുകൾ കണ്ടേക്കാം, നമുക്ക് മറ്റുള്ള സഭകളെക്കാൾ വലിയ കൂട്ടങ്ങളും സഭയും ഉണ്ടാക്കാം. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ ഏറ്റവും വലുത് നമ്മുടെ കർത്താവ് യേശു തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി വീണ്ടും വരും. ആ പ്രത്യാശയിൽ അതിൽ കർത്താവ് നമുക്ക് ഇതിന്റെ ദാനങ്ങൾക്ക് നന്ദിയുള്ളവരായി താഴ്മയോടെ നമ്മൾ മുന്നേറണം. We are pressing forward every day, looking at the glorious hope of our upward call. നമ്മളുടെ ഉന്നത വിളിയിലേക്കുള്ള ആ മഹത്വമേറിയ പ്രത്യാശയിലേക്കുള്ള നോട്ടത്തിലാണ് ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് ചുവടുകൾ വയ്ക്കുന്നത്. And that is why the Holy Spirit encourages us to run forward, looking at the author and finisher of our faith, because our life does not end with this earth. We will meet Jesus face to face. അതുകൊണ്ടാണ് ദൈവം നമ്മളെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിലേക്ക് നോക്കിക്കൊണ്ട് മുമ്പോട്ടോടാൻ പറയുന്നത്. And that is the upward call of our faith. അതാണ് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ച ഉന്നത വിളി. And that should encourage us and stir us up every day. ആ ഉന്നത വിളി, നമ്മുടെ ആ അന്തിമ ലക്ഷ്യം, അത് വേണം നമ്മളെ എല്ലാ ദിവസവും മുമ്പോട്ട് നയിക്കുവാൻ. Because whatever we do on this earth has no value. No one will remember. But spiritually what you are sowing, you will be remembered till your end. Plus the reward that you are going to get from Jesus. ഈ ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തതോ നമ്മൾ അനുഭവിച്ചതോ ഒന്നും നിലനിൽക്കത്തില്ല. അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ ദൈവനാമത്തിൽ നമ്മൾ ഇവിടെ ചെയ്ത ചെറിയ കാര്യങ്ങൾ പോലും, കൊടുത്തതും ചെയ്തതും യേശുവിന് വേണ്ടി നിന്നതും, അത് നിത്യത വരെ നിലനിൽക്കും. When we are young, we think that we are going to live forever. But as time goes past, we know that it is so near that we are going to see Jesus face to face. നമ്മൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇനിയും നിരവധി ആണ്ടുകൾ നമ്മുടെ മുമ്പിൽ. പക്ഷെ പെട്ടെന്നാണ് മധ്യവയസ്കതയും പ്രായവും വരുമ്പോൾ, അയ്യോ എന്റെ ഈ ലോകത്തിലെ ജീവിതം കഴിയാണ്, എന്റെ യേശുവിനെ മുഖാമുഖമായി കാണുന്ന ദിവസം എനിക്ക് അടുത്തു വരികയാണെന്നുള്ള റിയാലിറ്റി നമ്മുടെ ഉള്ളിലേക്ക് വരും. As time is going fast, so fast, and the things which are happening around the world, it is an encouragement for us to look above and not beneath. ഈ ലോകത്തിലെ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, സമയം വേഗത്തിൽ ഓടുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുകയാണ്. അത് നമ്മളെ ആ ഗ്ലോറിയസ് ഹോപ്പ് അതിലേക്ക് നമ്മൾ അടുത്തിരിക്കും. This is one side which should never die. ഇത് നമ്മുടെ ഉള്ളിൽ ഒരിക്കലും തകർന്നു പോകരുതാത്ത ഉള്ളിലെ പ്രതീക്ഷയായിരിക്കണം. Groaning of the spirit inside of us should never be lost. നമ്മുടെ അകത്തെ ആത്മാവിന്റെ ഒരു ഞരക്കമുണ്ട്, ആ നിത്യതയിലേക്കുള്ള ഞരക്കം, ആ ശബ്ദം ഒരിക്കലും നമ്മളിൽ തളർന്നു പോകരുത്. That groaning should always be there, and we should not compromise of anything else but the gospel of Jesus Christ. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേറെ ഒന്നുമായിട്ട് നമ്മള് പൊരുത്തപ്പെട്ടു പോകരുത്. നമ്മുടെ അകത്ത് കർത്താവ് തന്നിരിക്കുന്ന ആത്മീയ ഞരക്കം അത് ഒരിക്കലും കെട്ടടങ്ങാതെ സുവിശേഷത്തിന് വേണ്ടി നാം നിൽക്കണം. Because everything that we have received is not because our merit, for not what we have done, it is by grace. Grace has given us unmerited favor,
unmerited blessing, unmerited possibilities. ആകയാൽ നമ്മൾ ഒന്ന് ഓർത്തോണം, നമുക്ക് ലഭിച്ചത് മുഴുവൻ ഒന്നും നമ്മുടെ കഴിവല്ല, നമ്മൾ അധ്വാനിച്ചിട്ടല്ല, കൃപയാൽ ലഭിച്ചതാണ്. കൃപ നമുക്ക് അർഹതയില്ലാത്ത ഫേവർ, അർഹതയില്ലാത്ത നന്മകൾ, അനുഗ്രഹം, അർഹതയില്ലാത്ത സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നത് കൃപയാണ്. Ephesians chapter 2 and verse 8, the Bible says that we have been saved by grace. We can read ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. We have been saved by free grace, God's unmerited favor. കൃപയാലല്ലോ നിങ്ങൾ സൗജന്യദാനമായ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Saved, delivered from the judgment and made partakers of Christ's salvation through your faith. അത് ആംപ്ലിഫൈഡ് ബൈബിളിൽ തങ്കുബ്രദറെ ആ നെറ്റിന് എന്തോ ഒരു പ്രോബ്ലം കാണിച്ചായിരുന്നു, ഒന്നുകൂടെ ഒന്ന് പറയാമോ? Delivered from judgment and made partakers of Christ's salvation. ക്രിസ്തുവിന്റെ രക്ഷയുടെ കൂട്ടു പങ്കാളികളാക്കി നമ്മളെ മാറ്റി എന്നെല്ലാമാണ് ആ വാക്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ വിശദീകരിച്ചിരിക്കുന്നത്. Delivered from judgment, ന്യായവിധിയിൽ നിന്ന് വിടുവിച്ചു. We are not afraid of judgment because the love of God has taken away the fear of judgment. Devil has been judged and all those who are with him. ശ്രദ്ധിക്കുക, നമുക്ക് ഇനി ന്യായവിധി എന്നൊരു ഭയമേ ഇല്ല. മറിച്ച് ഈ ലോകത്തിന്റെ പ്രഭു, അവൻ പിശാചാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്, അവനോടൊപ്പം ചേർന്നവരുടെ മേലും ന്യായവിധി വന്നു കഴിഞ്ഞു. നമുക്ക് ന്യായവിധിയെ കുറിച്ച് this was exactly the word of Jesus in John chapter 16. അത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിന്റെ വാമൊഴിയായി തന്നെ പറഞ്ഞ വചനം. John chapter 16 verse 8, the Bible says, യോഹന്നാൻ 16:16 നമ്മൾ ഇങ്ങനെ കാണുന്നു. 16:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വാസിക്കായുള്ള പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. Devil and everyone, the sons of disobedience, has been judged, will be judged. ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചും ആ പിശാചിനാൽ അനുസരണം കെട്ട പോയ തലമുറയും ആ ജനവുമാണ് ഇപ്പോൾ തന്നെ വിധിക്കപ്പെട്ടിരിക്കുക. And then verse 9, the Bible says in the book of Ephesians, not of works that anyone can boast. എഫേസ്യ ലേഖനം 9 കൃപയാലത്രേ നാം രക്ഷിക്കപ്പെട്ടത്. നമ്മൾ മുമ്പേ കേട്ടതുപോലെ ന്യായവിധിയിൽ നിന്ന് പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടത് കൃപയാലത്രേ എന്ന് പറഞ്ഞിട്ട് 9-ാം വാക്യത്തിൽ ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. Meaning to say, not by obeying, giving obedience to the law, but by obeying in faith. ന്യായപ്രമാണത്തോടുള്ള അനുസരണം കാട്ടിയത് കൊണ്ടല്ല, മറിച്ച് കർത്താവിനെ വിശ്വാസത്താൽ സ്വീകരിച്ചു, അനുസരിച്ചുകൊണ്ടാണ്. It is very easy to believe the obedience of law, but very difficult to obey the obedience to faith. ന്യായപ്രമാണത്തിലെ ഓരോ കൽപ്പനകളെയും ചട്ടങ്ങളെയും അനുസരിക്കാൻ, അതിൽ ആശ്രയിക്കാൻ എളുപ്പമാ പ്രവൃത്തിയിൽ. എന്നാൽ വിശ്വാസമാർഗത്തെ, ക്രിസ്തുവിനുള്ള വിശ്വാസമാർഗത്തെ പുൽകുവാൻ അത് ബുദ്ധിമുട്ടാണ്. Because how can you say just believe and miracle will happen? If I say burn a candle, it becomes easier for you to believe. But the truth is everything is free by grace. കാരണം ഒരു ജഡത്തിലിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് കുറച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യും, ഒരു മെഴുകുതിരി കത്തിക്കുക, അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ അവന്റെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ എളുപ്പമാണ്.
ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കർത്താവെല്ലാം ചെയ്തു എന്നൊന്ന് വിശ്വാസത്താൽ സ്വീകരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു ജഡിക മനുഷ്യന് അതെങ്ങനെ പറ്റും? അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാവുകയാണ്. So there is two ways, which one is obedience to the law and obedience to the faith. അതുകൊണ്ടാണ് രണ്ട് മാർഗമുണ്ട്. ഒന്ന് കർമ്മമാർഗം അഥവാ ന്യായപ്രമാണത്തിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന മാർഗം, രണ്ട് വിശ്വാസമാർഗം. The Romans chapter 1, the Bible says, റോമാലേഖനം 1-ാം അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു. We are going to read from the book of Romans. Get excited, something magnificent is going to happen today. റോമാലേഖനത്തിൽ നിന്ന് ദൈവിക നന്മകൾ നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. ഇപ്പോൾ തന്നെ ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് എന്തോ വലിയത് ചെയ്യാൻ പോകുകയാണ്. അതിനുവേണ്ടി പ്രതീക്ഷയോടെ തുറന്നായിരുന്നാണ്. Change the way you see the things. That is called repentance. മാനസാന്തരം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന രീതി മാറ്റി, മനസ്സ് മാറ്റി കാര്യങ്ങളെ പുതിയൊരു രീതിയിൽ കാണുന്നതിനാ മാനസ അന്തരം എന്ന് പറയും. When you see it in a different manner, you will see yourself in a different manner. കാര്യങ്ങളെ വ്യത്യസ്തതയോടെ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളെയും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. God is a good God and he does only good in your life. ദൈവം നന്മകളുടെ ദൈവമാണ്. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. Even his punishment is good things which come into your life, that you will say, my God, I'm going to repent. Even though I did wrong, you are still keeping goodness on me. കർത്താവിന്റെ വചനത്തിന്റെ ബാലശിക്ഷ ഉണ്ട്. ആ എന്തെങ്കിലും ഒരു വചനം നമ്മളെ ശകാരിച്ചു പറഞ്ഞാൽ അതിനകത്ത് നന്മയുള്ളൂ. അയ്യോ, ഞാൻ മാനസാന്തരപ്പെടുന്ന കർത്താവേ എന്ന് പറയുമ്പോൾ നന്മ നമ്മളിലേക്ക് പ്രവഹിക്കുക. Every time when we see the goodness of God, we say, Father, I am very sorry. ദൈവത്തിന്റെ ഈ നമുക്ക് അബദ്ധങ്ങൾ പണയുമ്പോഴും തെറ്റുകൾ പറ്റുമ്പോഴും പിന്നെയും നല്ലവനായ കർത്താവ് നന്മയും കൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ടു. എന്റെ കർത്താവേ, ഞാനിത് ചെയ്തല്ലോ. This is the attitude that we also should have towards others. വാസ്തവത്തിൽ മറ്റുള്ളവരോട് നമുക്കും ഉണ്ടാകേണ്ട മനോഭാവം ഇത് തന്നെയാണ്. Because when they do wrong, when you still love them, they will say, I'm not going to do it again. കാരണം മറ്റുള്ളവർ നമ്മളോട് എന്തെങ്കിലും പെശക് കാണിക്കുമ്പോൾ, തെറ്റ് കാണിക്കുമ്പോൾ, അവിടെ വീണ്ടും നമ്മളവരെ സ്നേഹിക്കുമ്പോൾ അവര് തന്നെ മാനസാന്തരപ്പെടും. അയ്യോ, ഞാൻ ഇത്രയും കാണിച്ചിട്ട് എന്നോട് നന്മയാണോ കാണിക്കുന്നത്? But what does the church do is to condemn people, make them criminals and say you are not going to be saved at all. എന്നാൽ സഭയിൽ ആർക്കെങ്കിലും ഒരു പെശക് പറ്റിയാൽ ഉടനെ സഭ ചെയ്തു വരുന്ന എന്താന്ന് ചോദിച്ചാൽ ന്യായപ്രമാണത്തിന്റെ രീതി എടുത്തിട്ട് അവരെ കുറ്റം വിധിക്കാൻ തുടങ്ങുകയാണ്. ഒടുവിൽ സഭയിൽ അയാൾ ഒരു കുറ്റവാളിയായി പേരിടപ്പെടുകയാണ്. When I remember when people were coming to the Heavenly Feast Church initially, they skipped the Sunday service. And when I asked them, why did you come? I was a bit drunk, that is why I did not come. I said, come, Jesus still loves you. And that word changed them and they stopped drinking. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മള് ഹെവൻലി ഫീസ്റ്റിന്റെ ആദ്യകാലങ്ങളിൽ ചിലര് സഭായോഗത്തിന് കാണാതിരിക്കുമ്പോൾ ചോദിക്കുക, എന്നാ വരാഞ്ഞ്? എന്റെ ബ്രദറെ, ഞാൻ ഇന്നലെ കണ്ടമാനം കുടിച്ചുപോയി, കുടിച്ചൊക്കെ എങ്ങനെയാ ഞാൻ അങ്ങനെ വരുന്നത്? ഉടനെ ഞാൻ അവരോട് പറയും, സാരമില്ലെന്നേ, കുടിച്ചെങ്കിലും ഞാൻ സഭായോഗത്തിന് വന്നേ. കുടിച്ചാലും നിങ്ങളെ യേശു സ്നേഹിക്കുന്നുണ്ടല്ലോ. സംഭവിച്ചത് ഈ സ്നേഹം കണ്ടപ്പോൾ അവർക്ക് തന്നെ മദ്യപാനം മാറി. The goodness of God threw away that habit from them. ദൈവവചനം പറയുന്നു, അവന്റെ നന്മയുടെ ഐശ്വര്യമാണ് മാനസാന്തരത്തിലേക്ക് നടത്തുന്നത്. Now this is Paul writing to the book of Romans. ഇത് റോമാലേഖനം വ്യക്തമായി കാണിച്ചു തരും. And that from Paul, the bond servant, Romans chapter 1 verse 1, the bond servant of Jesus Christ, called to be an apostle, a special messenger, set apart to preach the good news from God. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. Whenever I read called to be an apostle, I am an apostle, I laugh because
no one has to call himself an apostle. The proof is in their ministry. But Paul is asserting his call. പൗലോസിന്റെ ശുശ്രൂഷയിൽ തന്നെ അപ്പോസ്തലത്തിന്റെ വ്യക്തമായ തെളിവുണ്ട്. പക്ഷെ എങ്കിലും താൻ എഴുതുമ്പോഴൊക്കെ തന്റെ അപ്പോസ്തലത്വത്തെ ഞാൻ വിളിക്കപ്പെട്ട അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ പൗലോസ് തനിക്ക് തന്നെ ഒന്നുകൂടെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ആ തന്റെ വിളിയെ സ്മരിച്ച് ഉറപ്പിക്കുകയാണ്. Some people in the US, if you don't call someone apostle, they get angry with you. അമേരിക്കയിൽ ചില ശുശ്രൂഷകർ അപ്പോസ്തലനായിരുന്ന പേരിൽ അറിയപ്പെടുന്നവരെ അപ്പോസ്തലൻ എന്ന് കൂട്ടി വിളിച്ചില്ലെങ്കിൽ ചിലർ കുപിതരാകും. You know, apostle is not to be called. The ministry is the proof of apostleship. അപ്പോസ്തലൻ എന്ന വാക്ക് പേര് ചേർത്ത് വിളിക്കാനുള്ള ഒന്നല്ല. ആക്ച്വലി അത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലാണ് വെളിപ്പെടേണ്ടത്. Apostles are bulldozers. അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ ഇരുമ്പ് മെതിവണ്ടികളാണ്, ഇടിച്ചു കയറി ചെല്ലുന്നവരാണ്. They are the way makers for the pastors, evangelists, everything to come behind them. അവരുടെ പുറകിൽ പാസ്റ്റേഴ്സ്, സുവിശേഷകര് എന്നിങ്ങനെ എല്ലാവർക്കും വരാൻ വേണ്ടി കാട് തെളിച്ച് മുമ്പോട്ട് ഏതൊരു സാഹചര്യത്തെ അതിജീവിച്ച് സുവിശേഷം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലുന്നവരാണ്. And so, do you want to know if you are an apostle? If people are always talking nonsense about you, you know you are an apostle because you are a bulldozer. You are a threat to the devil. നിങ്ങളൊരു അപ്പോസ്തലനാണോ എന്നറിയണമെങ്കിൽ ഇത്രയും നോക്കിയാൽ മതി. ആൾക്കാർ നിങ്ങളെ കുറിച്ച് വേണ്ടാത്തൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പിശാചിന്റെ രാജ്യത്തിന് നിങ്ങളൊരു തലവേദനയായി നിങ്ങൾ ഇടിച്ചു കയറിയിരിക്കുകയാണ്. പലയിടത്തും ദൈവരാജ്യത്തിന്റെ വാതിൽ നിങ്ങൾ തുറന്നിരിക്കുകയാണ്. സാത്താൻ എന്റെ അടിവേര് തകർന്നിരിക്കാവുന്ന നിങ്ങളെ കൊണ്ട് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കും. So don't get discouraged. Anyone who is listening to me, because of faith, if people are talking about you, you are a danger. That is why people want you to be discouraged. Devil wants you to be discouraged. But you are an apostle. You are a bulldozer. You are making way for the next generation to take over. ദൈവരാജ്യത്തിന്റെ അപ്പോസ്തലനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇനി വരാൻ പോകുന്ന യുവതലമുറയ്ക്ക് വേണ്ടി കൂടെ പിശാചിന്റെ രാജ്യത്തെ തകർത്ത് മുന്നേറുന്ന ഒരു അപ്പോസ്തലനാണെന്ന് പിശാചിന് പിടികിട്ടിയതോടുകൂടെ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? വെറും സാധാരണക്കാരെ മനുഷ്യരെ കയ്യിലെടുത്ത് നിങ്ങൾക്കെതിരെ നിങ്ങളെ നിരാശപ്പെടുത്തുവാൻ, മനസ്സ് തളർത്തുവാൻ, വാക്കുകളുടെ കൂരമ്പുകൾ നിങ്ങൾക്ക് വരെ അവൻ അയക്കാൻ നോക്കും. അതിൽ തളർന്നു പോകും. Because Jesus is also apostle. കാരണം യേശു ക്രിസ്തു തന്നെ അപ്പോസ്തലനാണെന്ന് വചനം പറയുന്നു. In the book of Hebrews, the Bible says he is the greater apostle who has appointed us as apostles. എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നല്ലോ, അപ്പോസ്തലനായ യേശു ക്രിസ്തു എന്ന്. And then verse 4 the Bible says, ഏത് റോമറിലാണ്? Romans chapter 1 verse 5. അതിന്റെ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 5-ാം വാക്യം, Through him we have received grace and apostleship for the obedience to the faith among all nations for his name. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്ക് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. Now I'm going to read from the Amplified and we will translate word by word. തുടർന്ന് ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ ഇത് വായിച്ചിട്ട് ഒന്ന് പരിഭാഷപ്പെടുത്തും. It is through him we have received grace. അവൻ മുഖാന്തരമാണ് നമുക്ക് കൃപ ലഭിച്ചത്. God's unmerited favor. അതിന്റെ ബ്രാക്കറ്റിൽ ദൈവത്തിന്റെ അർഹത ഇല്ലാത്തവർക്ക് നൽകുന്ന ഫേവർ. Through him we have received grace. Through Jesus we have received grace. യേശു ക്രിസ്തു മുഖേന നാം കൃപ പ്രാപിച്ചിരിക്കുന്നു. When I was reading this today morning, ഇന്ന് രാവിലെ ഈ ഭാഗം ഞാൻ വായിക്കുമ്പോൾ the Holy Spirit was telling me grace is not preaching. Grace is not some set of principles. Grace is Jesus.
ഇന്ന് രാവിലെ ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു, കൃപ എന്ന് പറയുന്നത് ഒരു പ്രസംഗമല്ല, കൃപ എന്ന് പറയുന്നത് ചെയ്യാൻ പറയുന്ന ചില പ്രമാണങ്ങളല്ല, അതൊരു വ്യക്തിയാണ്, യേശുക്രിസ്തു. Grace is not philosophy. Grace is not set of rules and regulations. Grace is unmerited favor in Jesus. കൃപ എന്ന് പറയുന്നത് ഒരു തത്വജ്ഞാനമല്ല, കൃപ എന്ന് പറയുന്നത് ചെയ്തെടുക്കേണ്ട ചില സെറ്റ് ഓഫ് റൂൾസ് അല്ല, മറിച്ച് അത് അർഹതയില്ലാത്ത പകരപ്പെടുന്ന ക്രിസ്തുവിൽ വെളിപ്പെട്ട ക്രിസ്തുവിലുള്ള കൃപയാണ്. The Bible says grace in him, through Jesus we received grace. In his name is that grace, or the power, the blessing, the favor, everything is in him, not in anything else. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിലാണ് സകലതും. ആ ശക്തി, സൗഖ്യം, നന്മ, അനുഗ്രഹം അതെല്ലാം കൃപയാൽ ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തുവിലാണ് നമുക്ക് ലഭിക്കുന്നത്. If you don't remember the exact promise of God when you have a financial problem, shout Jesus, it is everything in him. നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഉപയോഗിക്കേണ്ട സാമ്പത്തിക വിഷയം സംബന്ധിച്ചൊരു വാഗ്ദത്തം, ഒരു ബൈബിൾ വാക്യം മാറുന്നെങ്കിൽ ഒന്നും ഭാരപ്പെടണ്ട, യേശുവേ എന്ന് വിളിച്ചാൽ മതി, കാരണം യേശുവിനകത്ത് അതുകൊണ്ട്. You don't have to know the steps to receive a healing. If you are sick, shout that name. In him is that unmerited favor for healing, unmerited favor for a deliverance, unmerited. Call out the name of Jesus. ഒരു രോഗസൗഖ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ രോഗസൗഖ്യം പ്രാപിക്കാനുള്ള ഇത്ര പടികളുണ്ട്, അത് ഇന്നഷ്ടപ്പെട്ടുക്കണം, ഇതൊന്നും അറിയണ്ട. കാരണം ക്രിസ്തുവിലാണ് സകല സമ്പൂർണ്ണതയും ഇരിക്കുന്നത്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ സൗഖ്യം നിങ്ങളുടേതായി മാറും. In him we have received grace. In his name we have received grace. No works at all, meaning to say, today as you are watching me from all over the world, you might not know theology, you might not know the books of the Bible, you might not know where and what it is, but when you feel an obstacle, shout that wonderful name and grace will start working through it. ഇന്ന് ലോകമെമ്പാടും നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലായിരിക്കും, ബൈബിൾ വചനങ്ങൾ അറിയില്ലായിരിക്കും, ഒരു തിയോളജിയും അറിയില്ലായിരിക്കും, എന്നാൽ ഓർപ്പിക്കട്ടെ, യേശുവേ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ ആ ശക്തിക്കകത്ത്, ആ നാമത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ കൃപയും പ്രവഹിക്കുക, ആ പ്രതിസന്ധി അവിടെ മാറിപ്പോകും. Today we hear a lot of messages, but we don't hear the name. But today let us restore that name in which there is grace. Shout that name of Jesus and every chain will be broken. ഇന്ന് നമുക്ക് പ്രസംഗങ്ങൾ നിരവധിയുണ്ട്, പോയിന്റുകൾ നിരവധിയുണ്ട്, എന്നാൽ ഒരു നാമമാണ്, അതേ നാമം യേശുവിന്റെ നാമത്തിനകത്താണ് സകലം ഇരിക്കുന്നത്. ആകയാൽ ആ നാമത്തെ ഒന്ന് ഉച്ചസ്ഥരം ഘോഷിച്ച് യേശുവേ. We are receiving many messages, how to keep holiness, how to go to heaven. We are receiving message after message, but he is the message. He is the grace. His name is vanishing, and we are here to restore that name. Shout his wonderful name, and every mountain will be made plain. Every door shut will open. The name of Jesus is healing. The name of Jesus is restoration. The name is grace. ശ്രദ്ധിക്കുക, വിശുദ്ധി എങ്ങനെ പ്രാപിക്കാമെന്നുള്ള പ്രസംഗം, സ്വർഗത്തിൽ എങ്ങനെ പോകാമെന്നുള്ള പ്രസംഗം, പ്രസംഗങ്ങളും ആഫ്റ്റർ പ്രസംഗങ്ങൾ നമുക്കുണ്ടായിരിക്കാം, എന്നാൽ പ്രസംഗമല്ല, നമ്മൾ ഒരു വ്യക്തിയാണ് അറിയുന്നത്, അവന്റെ പേര് യേശു എന്നാണ്. ആ നാമം റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. ആ നാമം വിളിക്കുമ്പോൾ ആ നാമത്തിനകത്ത് സകല സമ്പൂർണ്ണതയും അടങ്ങിയിരിക്കുക, സൗഖ്യം അടങ്ങിയിരിക്കുക, അനുഗ്രഹം അടങ്ങിയിരിക്കുക, നിത്യത അടങ്ങിയിരിക്കുക. ഈ ദൈവത്തിന്റെ അൺമെറിറ്റഡ് ഫേവർ മുഴുവൻ ഒരൊറ്റ നാമത്തിൽ അടക്കി വെച്ചിരിക്കുക, ഒരു വ്യക്തിയിൽ. അവന്റെ പേരത്രേ യേശു. Through him we have received grace. If you remove Jesus, there is no grace. അവനിലാണ് കൃപ നമുക്ക് വേണ്ടി വെച്ചത്. യേശുവിനെ മാറ്റിയാൽ, ആ നാമം മാറ്റിയാൽ കൃപയില്ല.
We don't need another message. We want the name of Jesus to be instilled in our hearts. We need the name of Jesus into our mouth. I want to again tell you, you might not remember the promise of God. You might not remember where the healing word is. You might not remember where the deliverance word is. But if you know how to shout the name of Jesus, I will tell you, you will have favor upon you till the end of your life. അടുത്തൊരു മെസ്സേജ്, ആ മെസ്സേജിന്റെ പോയിന്റുകളല്ല നമുക്ക് വേണ്ടത്. ഇത് മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയിലാണ്, യേശുവിനാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആവശ്യത്തിന്റെ, സൗഖ്യത്തിന്റെ വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, മറന്നുപോയി കാണും. എന്നാൽ സകല സമ്പൂർണതയും ഒരൊറ്റ നാമത്തിൽ വസിക്കുന്നു, ഒരു വ്യക്തിയിൽ വെച്ചിരിക്കുന്നു. അത് യേശുവാണ്. അവനിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയിൽ എന്റെ യേശുവേ ആ നാമം ഉയർത്തുമ്പോൾ തന്നെ അതിലെ സർവ്വ നന്മകളും പ്രവഹിക്കും. Jesus is blessing. യേശു അനുഗ്രഹമാണ്. Jesus is deliverance. യേശു വിടുതലാണ്. Jesus is healing. യേശു സൗഖ്യമാണ്. Jesus is obedience to your children. യേശു അനുസരണമാണ്. Jesus is Lord. യേശു കർത്താവാണ്. Jesus is every favor upon your life. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ എല്ലാ ഫേവറുകളും. Jesus, 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 Jesus. Everything will break at that one. Through him we have received grace. ആകയാൽ യേശു 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 ആ ഒരൊറ്റ നാമത്തിൽ കൃപമേൽ കൃപ നമുക്ക് ആ നാമത്തിനകത്ത്, ആ വ്യക്തിക്കകത്ത് അവനിൽ ആശ്രയിച്ചതിനാൽ പൂർണ്ണമായിട്ട് നമുക്കുണ്ട്. You might not be knowing our language. You might not know theology. You might not know anything. But if you know how to shout that wonderful name, in him, grace will start operating. Unusual favor will start to come. You need no recommendation. You need no one to know you. The name of Jesus opens doors. The name of Jesus heals. The name of Jesus does creative miracles. Today, obedience is just knowing his name. ആകയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആരും സഹായിക്കാനില്ല, നിങ്ങളുടെ മുമ്പിൽ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലായിരിക്കാം. എന്നാൽ നിങ്ങൾക്കാകെ യേശുവിന്റെ നാമമേ അറിയത്തുള്ളൂ. ആ നാമത്തിനകത്ത് സൗഖ്യമുണ്ട്, ആ നാമത്തിനകത്ത് വഴിയുണ്ട്. ആ നാമം നിങ്ങൾ ഉച്ചൈസ്വരം പറയുമ്പോൾ അത് തന്നെ പ്രവൃത്തി ചെയ്യും. അവനിലൂടെ, ആ നാമത്തിലാണ് സകലവും ലഭിക്കുന്നത്. Jesus said, I am the way. When you shout Jesus, you are opening your ways. നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഷ മനസ്സിലാകുന്നില്ല, ഞങ്ങൾ പറയുന്ന ഒരു പ്രസംഗവും പിടികിട്ടുന്നില്ലായിരിക്കാം, ഒരു വാഗ്ദത്വം അറിയത്തില്ല. എന്നാൽ യേശുവേ എന്ന നാമത്തിൽ സകലമുണ്ടെന്ന് വിശ്വസിച്ച് ആശ്രയിച്ച് സകലവും നിങ്ങളുടേതാണ്. Oh, everyone who is watching us, everyone shout that wonderful name from your home, Jesus. ആകയാൽ ലോകമെമ്പാടും വിവിധ സ്ഥലങ്ങൾ ഞങ്ങളെ കാണുന്നവർ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇരുന്നുകൊണ്ട് ആ നാമം ഒന്ന് ഘോഷിച്ച് യേശുവേ. Jesus is eternal life. Jesus is everlasting life. Jesus is the way, the truth. Jesus, 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 Jesus. Through him. Through him. Not from David, not from Moses, not from Abraham. No one else. It is Jesus. Through him we have received grace. Through him we have received health. Through him we have received prosperity. Jesus is the key. യേശു ക്രിസ്തുവിൽ കൂടിയാണ്, മോശയിലൂടെയല്ല, ദാവീദിലൂടെയല്ല, ഒരു തത്വത്തിലൂടെയല്ല, നമുക്ക് ലഭിച്ചത് യേശുവിലൂടെയാണ്. ഒരൊറ്റ നാമം, യേശു എന്ന നാമം. അവനിൽ നമുക്ക് സൗഖ്യം കിട്ടി, അവനിൽ നമുക്ക് സമൃദ്ധി കിട്ടി, അവനിൽ കൂടിയാണ് സകലം ലഭിച്ചത്. ആ ഒരൊറ്റ നാമം നമ്മൾ വിളിച്ചാൽ മതി, യേശുവേ. Jesus, 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 Jesus. I cannot go forward. It is such a powerful anointing. In his name is glory. In his name is anointing. In him, through him. It is not by our work. It is by his name we have received grace. അവന്റെ നാമത്തിൽ നമുക്ക് സൗഖ്യം, അവന്റെ നാമത്തിൽ നമുക്ക് അഭിഷേകം, അവന്റെ നാമത്തിൽ നമുക്ക് മഹത്വം. എല്ലാം അവിടുത്തെ നാമത്തില്. നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മളൊന്നും ചെയ്തത് കൊണ്ടല്ല,
മാത്രമല്ല ആ നാമത്തിൽ സകലവും ദൈവം നിറച്ചു വെച്ചു. പുത്രനായ യേശുവിന്റെ നാമത്തിൽ ആ നാമം ഷൗട്ട് ചെയ്യുമ്പോൾ ഇത് മുഴുവൻ എന്റേതാണ്. അതാണ് നാമത്തിന്റെ ശക്തിയാണ്. You don't have to call Jehovah Jireh. You don't have to call Jehovah Shammah. You don't have to call Jehovah Nissi. You don't have to call any name. You just have one name that God has appointed, God has given. Through him, only through his obedience, through his power, we have received grace. Hallelujah. യഹോവ ഇരേ എന്നോ യഹോവ നിസ്സി എന്നോ യഹോവ ശമ്മ എന്നോ പല പേരുകളൊന്നും പറയണ്ട, ഓരോ ഗുണവിശേഷങ്ങൾ പറയണ്ട. അതെ, യഹോവ ഇരേനിക്കകത്തുള്ള ആ കരുതലും ആ സൗഖ്യവും യഹോവ നിസ്സിയുടെ കൊടിയും സകലവും അടക്കി വെച്ച ഒരൊറ്റ നാമം എല്ലാം നമുക്ക് ലഭിക്കുന്നത് ആ പുത്രന്റെ ക്രൂശിന്റെ അനുസരണത്തിലൂടെയാ, അവന്റെ യാഗത്തിലൂടെയാ. ആ നാമത്തിൽ ആശ്രയിച്ച് അവനിലുള്ള വിശ്വാസത്താൽ അവൻ മുഖാന്തരം നമുക്ക് സകലവും അവൻ നമ്മിലുമാവും. If someone says obey, tell them he has obeyed. If someone says do, tell he has done. If someone says do this also, tell him that also he has done. I am under grace through Christ. In Christ, he is my hiding place. He is my tower. He is my goodness. All the goodness and mercy surely shall follow me because he has obeyed. He has done it. I am enjoying what he has done. അതുകൊണ്ട് ആരെങ്കിലും വന്ന് നീ അത് ചെയ്യുന്നു പറഞ്ഞാൽ നീ പറയണം അവൻ എനിക്ക് വേണ്ടി ചെയ്തു. ആരെങ്കിലും നീ ഇതിലൂടെ അനുസരിക്കുന്നു പറഞ്ഞാൽ അവൻ എനിക്ക് വേണ്ടി അനുസരിച്ചു. സകലം അവന്റെ അനുസരണത്താൽ എനിക്ക് ലഭിച്ചു. അവൻ അനുസരിച്ചു, ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയണം. Even today, as you are using the name of Jesus, I know that the glory of God is filling your homes, filling your offices, and the anointing is flowing, which is breaking, destroying every yoke in your life. ഇന്ന് നിങ്ങൾ യേശുവിനെ ആശ്രയിക്കുമ്പോൾ അവൻ എന്റെ സങ്കേതം, അവൻ എന്റെ പാറ, അവനിലാണ് എന്റെ ആശ്രയം, അവൻ ചെയ്തതെല്ലാം എനിക്കുള്ളതാണെന്ന് ആശ്രയിക്കുമ്പോൾ ഒന്നും നിങ്ങൾക്കെതിരെ നിൽക്കത്തില്ല. സകലവും നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്ന ഭവനത്തിൽ ആ കൃപ കൊണ്ട് നിറയുകയാണ്. Jesus, 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 Jesus. In him is everything. I cannot go on today. Oh, I am captured by the love of Jesus. I am captured by the name of Jesus. Let that name be above every name. No new message, no new revelation. It is that name through which we have received grace. Oh, Yesu, 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 Yesu. ആ നാമത്തിനകത്ത് സകലമുണ്ട്. ഇനി കൂടുതൽ വെളിപ്പാടല്ല വേണ്ടത്, കൂടുതൽ പോയിന്റുകളല്ല വേണ്ടത്. അവൻ എനിക്ക് വേണ്ടി നിവർത്തിച്ചു, അവനിൽ എനിക്ക് സകലമുണ്ട്. ആ നാമത്തിൽ സകലം എനിക്കായിട്ട് നിറഞ്ഞു നിൽക്കും. Oh, I don't want to know when the Antichrist is going to come. I don't want to know when he is going to come in this life. And when he arrives, there will be one name in my mouth, Jesus. എതിർ ക്രിസ്തു എന്നാ വരാൻ പോകുന്നത്, അതെന്നാ സംഭവിക്കാൻ പോകുന്നത്, ഇതിനെ കുറിച്ചൊന്നും ഞാൻ മറിയിടല്ല. എന്നെ തെരഞ്ഞെടുത്ത് എനിക്ക് നൽകപ്പെട്ട ഈ നാമം കൃപയാൽ എനിക്ക് ലഭിച്ചത്, എന്റെ കയ്യിൽ തന്നവൻ, എന്നെ തെരഞ്ഞെടുത്തവൻ, അവൻ എന്നെ ചേർക്കാൻ വരും. എനിക്ക് ഒന്നേ ഉള്ളൂ, യേശു. Oh, Jesus, Jesus, Jesus. Everyone shout Jesus, Jesus, Jesus. ഭവനങ്ങളിലൊന്ന് വിളിച്ചു പറഞ്ഞു യേശു, 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 Jesus, 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 You are everything for us, Lord. You are നിന്നിൽ സകല സമ്പൂർണ്ണതയും വസിച്ചിട്ടുണ്ട്. You have done everything for us. You are enough for us. Your grace is enough for us, nothing more, Lord. You are everything. As you are speaking the name of Jesus, fountains of joy is coming out of you. Fountains of restoration is coming out of you. In the power of God, make it Santa, the name of Jesus, or call over Santa. Oh, glory to God. The name of Jesus, by every name, every knee shall bow, and every knee, now call upon His name. Shout His mighty name.
അവന്റെ നാമത്തെ വിളിച്ചു പറഞ്ഞാട്ടെ, അവന്റെ നാമത്തെ ആർപ്പരിച്ചാട്ടെ, അവന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. ഓ as you are shouting the name of Jesus, 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 don't keep quiet. Shout that name aloud and fountains of joy will burst from inside of you. ആ നാമം ഉയർത്തുമ്പോൾ ഇല്ല, മൗനമായിരിക്കരുത്, അത് ഉച്ചസ്ഥരം വിളിച്ചാട്ടെ. ആ നാമത്തെ ഉയർത്തുമ്പോൾ സന്തോഷത്തിന്റെ ഉറവകൾ, സന്തോഷത്തിന്റെ വലിയ ഫൗണ്ടനുകൾ ചീറ്റി വെളിയിൽ വരിക. അവൻ മതി, അവനിൽ എല്ലാം ഉണ്ട്, സകല സമ്പദ അവനിൽ വസിപ്പുണ്ട്. Everything is in him. Everything is in him. Everything is in him. Everything pertaining to life and godliness is in him. My thing is in him. If people tell me obey, I will say he has obeyed. Because of his obedience, grace upon grace has come upon me. ജനമെന്നോട് ഇനി നീ എന്തോ അനുസരിക്കണം, നീ ആയിട്ടില്ല, നീ എന്തോ ആകുന്നത്. എനിക്ക് വേണ്ടി അവനായി, എനിക്ക് വേണ്ടി അവൻ പോയി, എനിക്ക് വേണ്ടി അവൻ നിറവേറ്റി, എനിക്ക് വേണ്ടി അവൻ ചെയ്തു, എനിക്ക് വേണ്ടി അവൻ അനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. Oh, everyone who is listening to me, just walk around your house, lift your hands and shout his name. Every corner of your house will be filled with the glory of God. He is നിങ്ങളുടെ വീടുകളിൽ, created Jesus. നിങ്ങളുടെ വീടുകളിൽ നടന്നുകൊണ്ട് നാമത്തെ ഉയർത്തിയാട്ടെ. Creative miracles are happening right now. Use that name. Financial mountains are made plain. Use that name. That in him, through him, grace has come upon our life. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ ആ നാമത്തെ ഉപയോഗിച്ചാട്ടെ. ആ നാമത്തിൽ ദൈവശക്തി ഉണ്ട്. ആ നാമത്തെ ഘോഷിച്ചാട്ടെ. കർത്താവിന്റെ നാമം യേശുവേ എന്ന് വിളിച്ചാട്ടെ. ആ നാമത്തിൽ സർവ്വസമ്പൂർണ്ണതയും വസിക്കും. Through him we have received. Through his obedience we have got. Through his crucifixion and resurrection we have. Through him, remove Jesus, we are just dust. Remove Jesus, we are a big zero. Remove Jesus, we have nothing. But in Christ, we are more than conqueror. In Christ, we can do all things. In Christ, all the supply from God is there. In Christ, we are more than conquerors. In Christ, every place, always, we are gloriously triumphing. He is everything. Jesus, 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 Jesus. അവനിൽ നമ്മൾ ജയാളികളെക്കാൾ ജയാളികളാണ്. എല്ലായിടത്തും എല്ലായ്പ്പോഴും അവൻ മുഖാന്തരം നമുക്ക് ജയം, അവൻ മുഖാന്തരം നമുക്ക് കൃപമേൽ കൃപ. അവനിൽ നമ്മൾ ഘോഷിക്കുന്നു. ആ നാമം മാത്രം നമ്മൾ ഉയർത്തും. ആ നാമത്തിൽ സകലതും നമുക്ക് വെച്ചിരിക്കുകയാണ്. Even as you are shouting the name of Jesus, the Holy Spirit is telling me every blocked funds are getting released. Miraculous financial breakthroughs are happening. Favor is starting to operate because that name, Jesus said, I am the way, I am the truth, I am the life. In him is the way, in him is the life, in him is the truth. Shout that name. ഇന്ന് ആ നാമം ഓരോരുത്തരും ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു സാമ്പത്തിക വിടുതൽ, വലിയൊരു വിടുതൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുകയാണ്. ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുകയാണ്. ഓരോരുത്തരും നാമം ഘോഷിച്ചാട്ട് സൗഖ്യങ്ങൾ, വിടുതലുകൾ, ഉയർച്ചകൾ ഇപ്പോൾ തന്നെ നാമത്തിൽ വ്യാപരിക്കുകയാണ്. As the Holy Spirit is telling me, people who cannot speak English, who cannot speak any languages, the Holy Spirit is giving you languages today. You are getting baptized into the Holy Spirit when you are shouting the name of Jesus. ഇന്ന് നാമം നിങ്ങൾ വിളിച്ചോണ്ടിരിക്കുമ്പോൾ, യേശുവേ എന്ന് വിളിച്ചോണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഉദ്ദേശിക്കാത്ത വലിയ ദൈവശക്തി, അഭിഷേകം നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കാത്ത ഭാഷകൾ നിങ്ങളുടെ അധരങ്ങളിൽ ഇപ്പോൾ വരും. നിങ്ങൾ ചിന്തിക്കാത്ത ദൈവിക ദർശനങ്ങൾ നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ആളും മാറിയവരെ പോലെ ആകുകയാണ്. That name changes. That name changes. That name changes. That name gives boldness. That name makes the ordinary into extraordinary. The name who has not educated makes them full of wisdom. In him is wisdom. In him is sanctification. In him is redemption. Everything is in Jesus.
നാമം വിളിക്കുമ്പോൾ ആ നാമത്തിൽ ജ്ഞാനമില്ലാത്തവന് ജ്ഞാനമാണവൻ. ആ നാമം ധൈര്യമില്ലാത്തവന് ധീരതയാണ്. ഒന്നും അറിയില്ലാത്ത, ഒന്നും പഠിച്ചിട്ടില്ലാത്ത നീ ദൈവ പരിജ്ഞാനം കൊണ്ട് ദൈവത്തിന്റെ ലോകം അത്ഭുതപ്പെടുന്ന ജ്ഞാനം, അവനിൽ ജ്ഞാനം, അവനിൽ വീണ്ടെടുപ്പ്, അവനിൽ കൃപ, അവനിൽ ഗ്ലോറി, അവനിൽ മഹത്വം. ആ നാമത്തിൽ സകലമുണ്ട്. ആ നാമത്തെ വിശ്വാസത്തോടെ ഘോഷിച്ചാട്ടെ, യേശുവേ. Jesus, 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 Jesus. This is the name, the power of God in that name. The gospel is Jesus. Gospel is the light shining out of the face of Jesus. Gospel is the good news. The good news is Jesus. സുവിശേഷം എന്ന് പറയുന്ന ഒരു നാമമാണ്. സുവിശേഷം എന്ന് പറയുന്ന ആശയമല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. അവന്റെ പേരത്ര യേശു. ആ നാമത്തിൽ സകലമുണ്ട്. അവന്റെ മുഖത്ത്, യേശു ക്രിസ്തുവിന്റെ മുഖത്ത് നിന്ന് വരുന്ന സുവിശേഷത്തിന്റെ ദിവ്യ പ്രകാശം ഇപ്പോൾ തന്നെ എല്ലാവരും ഉള്ളിൽ നിന്ന് വിളിച്ചാട്ടെ, യേശുവേ. ആ നാമത്തിൽ ജയം, ആ നാമത്തിൽ വിശാലത, ആ നാമത്തിൽ വാതിലുകൾ തുറക്കും. For you are glorious and worthy to be placed, the Lamb upon the throne, and unto thee we lift our voice of praise, the Lamb upon the throne. Worthy, worthy, worthy is the Lamb. We sing worthy, worthy, worthy is the Lamb. For you are glorious and worthy to be placed, the Lamb upon the throne, and unto thee we lift our voice of praise for the Lamb upon the throne. Jesus, you are everything in our life. യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാമാണപ്പാ. Out of your fullness we receive every fullness. യേശുവേ, അങ്ങയുടെ നിറവിൽ നിന്ന് ഞങ്ങൾക്ക് കൃപമേൽ കൃപ ലഭിച്ചു. You are the one who fills us. You are the one who fills us with everything. To you be all the glory. അങ്ങാണ് ഞങ്ങളെ എല്ലാ നിറവിനാലും നിറയ്ക്കുന്നത്. അങ്ങയുടെ സർവമഹത്വം കൊണ്ടും ഞങ്ങളെ നിറച്ച് അനേകരെ കർത്താവ് ലോകത്തിൽ ഗ്ലോറിഫൈ ചെയ്യാൻ പോവാണ്. And God is glorifying many, the millions on the earth. The Holy Spirit is showing our dear brother that the very place you were downtrodden, the very place you were insulted, the very place people forsook you, the same place in His name, in the name of Jesus, you will be exalted. ലോകത്തിലെ പല പൊസിഷനുകളിലേക്ക്, വലിയ വലിയ കമ്പനികളുടെ, വലിയ വലിയ ഗവൺമെന്റ് നിലകളിലൂടെ ഒക്കെ മുകളിൽ ഗ്ലോറിഫൈഡ് ആക്കാൻ പോവുകയാണ്. Because God is glorifying you, you will be promoted to many business high-level position, governmental authority, high positions in government, as you are trusting that name and shouting the name in Him which is glory. ഈ വചനം കേൾക്കുന്ന ചെറുപ്പക്കാരെ പോലും ശുശ്രൂഷയിൽ ലോകത്തിൽ ഇന്നോളം പേര് കേട്ട വലിയ മഹാന്മാരായ ശുശ്രൂഷകരുടെ
അല്ലെ ഒക്കെ ഉപരിയായ ഒരു വലിയ മഹത്വത്തിൽ അവരെ ഉപയോഗിക്കുന്ന നിലയിൽ ലോകത്തിൽ ശുശ്രൂഷ വിശാലമാകാൻ ഇടയാണ്. I am also seeing youngsters, young boys and girls. You are going to be filled with anointing even now. The glory manifested in your life, that you will be used. You have seen many very great men of God, but you will be used mightier. Everyone lift your hands wherever you are and glorify His name. എവിടെയൊക്കെ നിങ്ങൾ ആയിരിക്കുന്നു, നിങ്ങളുടെ ഇരുകരങ്ങൾ ഉയർത്തി ഈ നാമത്തെ, യേശു എന്ന സകലവും ഇരിക്കുന്ന നാമത്തെ ഉയർത്തി സ്തുതിച്ചു തുടങ്ങിയ. Oh my Jesus, my Jesus, my Jesus, my Jesus, my Jesus. It is your obedience that has brought grace upon us. അങ്ങയുടെ അനുസരണമാണ് ഞങ്ങൾക്ക് കൃപ തന്നത്. It is your obedience that we are righteous. It is your obedience that we are blessed. അങ്ങയുടെ സമ്പൂർണ്ണ അനുസരണം കൊണ്ടാണ് ഞങ്ങൾ നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടത്. അങ്ങയുടെ സമ്പൂർണ്ണ അനുസരണമാണ് ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും. Help us, Holy Spirit, to obey or to rest in the finished work of Jesus Christ. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചു കഴിഞ്ഞ ആ സമ്പൂർണമായി നിവർത്തിച്ചു കഴിഞ്ഞ ആ പൂർത്തീകരിച്ച പ്രവൃത്തി ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിലാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കും. There is a mighty glory being released in your homes, in your offices, in your business, in your health. ഇപ്പോൾ തന്നെ ഒരു വലിയ വലിയ ദൈവമഹത്വം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, ഇപ്പോൾ നിങ്ങൾ ഞായറാഴ്ച ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ ഓരോ പ്രവർത്തന മണ്ഡലത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, ഇപ്പോൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവമഹത്വം അവിടങ്ങളിൽ നിറയും. Jesus is the center of everything. യേശു കർത്താവ് സകലത്തിന്റെയും കേന്ദ്രബിന്ദുവാണ്. Jesus is above every name. യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമം. Jesus is everything, all in all. യേശു സകലത്തിലും സകലവും ആണ്. Father, we thank you. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു.